ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഗാർഡനിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റായ ലിപ്സ്റ്റിക് പ്ലാന്റിനെയാണ്. വളരെ മനോഹരമായ പൂക്കളാണ് ഇവയ്ക്കുള്ളത്. വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ പൂക്കൾ ലിപ്സ്റ്റിക്കിൻ്റെ രൂപത്തിലാവുന്നത് കൊണ്ടാണ് ഇവയെ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ കളർ ലീഫും ലൈറ്റ് റെഡ് കളർ ഫ്ലവേഴ്സുമാണ് ഇവയ്ക്കുണ്ടാവുന്നത്. ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ കൂടുതൽ ഇതിൻ്റെ ഫ്ലവറുകൾ നിൽക്കില്ല. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും തറയിലും നമുക്ക് ഈ ചെടി വളർത്താവുന്നതാണ്. ഈ പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താനാണ് വളരെ നല്ലത്. ഇവയ്ക്ക് ഡെയിലി വാട്ടറിങ് നല്ലതാണ്, പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഓർക്കിഡ് ചെടികളുടെ കൂട്ട് തന്നെ ഇവയ്ക്ക് നല്ല ഈർപ്പം ആവശ്യമാണ്. ഇവ പൂക്കാനായിട്ട് ഓർക്കിഡിന് ഉപയോഗിക്കുന്ന വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റാണിത്. ഇവയ്ക്ക് ലൈറ്റ് വളരെ ഇഷ്ടമാണ്, എന്നാൽ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്നത് അത്ര നല്ലതല്ല. ഈ പ്ലാന്റിൽ നിന്നും രണ്ട് രീതിയിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന്, നമുക്ക് ഇതിൻ്റെ മൂത്ത കമ്പുകൾ ഉപയോഗിച്ച് ജിഫി ബാഗിൽ പെട്ടെന്ന് തന്നെ വേർ പിടിപ്പിച്ചെടുക്കാം. രണ്ട്, ഇതിൻ്റെ പൂക്കൾ പൊഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്നും പയർമണി പോലെ നീണ്ട താഴോട്ട് ഇതിൻ്റെ വിത്തുകൾ രൂപപ്പെടും. അതിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ചെറിയ വിത്തുകളാണ് ഇവയ്ക്ക് ഉണ്ടാകുന്നത്. വിസ്താരമുള്ള ചട്ടിയിൽ കൊക്കോപീറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ വിത്ത് വിതയ്ക്കാവുന്നതാണ്. വിത്തുകൾ മുളച്ച് ചെടി അല്പം വളർന്നതിന് ശേഷം ഈ ചെടി നമുക്ക് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ മണ്ണിൽ ചാണകപ്പൊടി, കൊക്കോപീറ്റ് ഇവ ഉപയോഗിച്ച് നടാവുന്നതാണ്. വിത്തുകൾ മുളച്ച് ചെടി മെച്ചുറാവാൻ വളരെ താമസമെടുക്കും. എന്നാൽ തണ്ടുകൾ ഉപയോഗിച്ച് തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഏറ്റവും എളുപ്പം. ഈ പ്ലാന്റിൻ്റെ പിങ്ക്, വൈറ്റ്, ഓറഞ്ച് എന്നീ കളറുകൾ നഴ്സറികളിൽ ലഭ്യമാണ്.